ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഉദ്യോഗസ്ഥരായ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമുണ്ടായിരുന്ന ഒഴിവെടുത്തു കളയാൻ നീക്കം. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയ്ക്കായുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയറിൽ ഒഴിവാക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നാണ് മുമ്പുണ്ടായിരുന്ന വൈദികരും കന്യാസ്ത്രീകളും എന്ന വിഭാഗത്തെ നീക്കം ചെയ്തിരിക്കുന്നത്. ജില്ലകളിലെ മുഴുവൻ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടെ സോഫ്റ്റ്വെയറിൽ സ്ഥാപന മേധാവികൾ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ വെള്ളിയാഴ്ചയ്ക്കകം നൽകേണ്ടിയിരുന്നു. ഇങ്ങനെ നൽകുന്ന വിവരങ്ങളിൽ വൈദികരും കന്യാസ്ത്രീകളും ഒഴിവാക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ മുമ്പ് ഉൾപ്പെട്ടിരുന്നു. ഇതാണ് ഇക്കുറി എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇതുമൂലം വൈദികരും കന്യാസ്ത്രീകളും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2.5 മാസത്തിനിടെ 161 അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്കും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും നേരെ ഉണ്ടായതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു. പുതുവത്സരത്തിലെ ആദ്യ മാസമായ ജനുവരിയിൽ ക്രൈസ്തവർക്ക് നേരെ 70 അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഫെബ്രുവരിയിൽ 29 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ നടന്നപ്പോൾ മാർച്ച് 15 വരെ മാത്രം 29 അക്രമ സംഭവങ്ങൾ അരങ്ങേറി. ഛത്തീസ്ഗഡിൽ മാത്രം ഇക്കാലയളവിൽ 47 ആക്രമണ സംഭവങ്ങളുണ്ടായി. മരിച്ച ക്രൈസ്തവ വിശ്വാസികളെ വിശ്വാസ ആചാരപ്രകാരം സംസ്കരിക്കുന്നത് തടഞ്ഞ സംഭവങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശിൽ മാത്രം 36 അക്രമ സംഭവങ്ങൾ അരങ്ങേറി. ജന്മദിന പാർട്ടികളിലും മറ്റ് സാമൂഹിക സമ്മേളനങ്ങളിലും പ്രാർത്ഥിക്കുന്നതിന് പോലും പാസ്റ്റർമാർക്കെതിരെ മതപരിവർത്തന കേസുകൾ ആരോപിക്കപ്പെടുന്നതിലേക്ക് നയിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 300ഓളം വിദ്യാർത്ഥികളെ മോചിപ്പിച്ചതായി കഡൂണ ഗവർണർ ഉബാസാനി പ്രസ്താവനയിലൂടെ അറിയിച്ചു. മാർച്ച് 7-നാണ് നൈജീരിയൻ സംസ്ഥാനമായ കഡൂണയിലെ വടക്ക് കിഴക്കൻ പ്രദേശമായ കുരിങ്ങയിലെ സ്കൂളിൽ അസംബ്ലി നടക്കുന്നതിനിടെ കുട്ടികളെയും ജീവനക്കാരെയും തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയത്. കുട്ടികളെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകണമെന്നും നൈജീരിയയിലെ ക്രൈസ്തവ നേതാക്കൾ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു. വിദ്യാർത്ഥികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന് നേതൃത്വം നൽകിയത് നൈജീരിയയുടെ ദേശീയ സുരക്ഷാ ഉപദേശകനാണെന്നല്ലാതെ ഗവർണർ മറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ബൈക്കിലെത്തിയ തോക്കുധാരികൾ 8-നും 15-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളെയും ഒരു അധ്യാപികയുമാണ് തട്ടിക്കൊണ്ടുപോയത്. 187 സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും 125 പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുമാണ് തട്ടിക്കൊണ്ടുപോകപ്പെട്ടത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജനവാസ മേഖലയായ നൈജീരിയയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ചാച്ചൻ എന്ന ടെലിഫിലിമിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ജൂറി പുരസ്കാരം നേടിയ ശ്രീധരൻ പട്ടാണിപ്പാറയെ ഷാലോം ടെലിവിഷൻ ആദരിച്ചു. ഒപ്പം ഈ ടെലിഫിലിമിൻ്റെ സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിച്ച ലിജോ കെ ജോണിയെയും തിരക്കഥയൊരുക്കിയ സിബി നെല്ലിക്കനും മൊമെൻ്റോ നൽകി ആദരിക്കുകയുണ്ടായി. എല്ലാത്തിനും ദൈവത്തിന് മാത്രം നന്ദിയെന്നാണ് ശ്രീധരേട്ടൻ പ്രതികരിച്ചത്. 2000 ആണ്ടിൽ സൺഡേ ചാനലിൻ്റെ അകത്ത് ഞാനൊരു പുതുവത്സര പ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ടൊരു കവിത കൊടുത്തു. അത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്തറ സാറ് ഈ ഷാലോമിൻ്റെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് 10-30ഓളം പുസ്തകങ്ങളും ഒരു ഹോളി ബൈബിളും സമ്മാനമായിട്ട് നൽകുകയുണ്ടായി. പിന്നെ കൂട്ടത്തിൽ എന്നോട് നിങ്ങൾ ഉയർച്ചയിലെത്തും എന്ന് എന്നോട് അന്ന് പറയുകയുണ്ടായി. എനിക്ക് ഷാലോമിനോട് അതിയായ നന്ദി ഉണ്ട്. അത് ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.